നമസ്കാരം, ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കട്ടപ്പന വെള്ളയാംകുടി റോഡിലുള്ള മഹീന്ദ്രയുടെ ഭാരത് മോട്ടോഴ്സിലാണ്. ഇവിടെ എത്താനുണ്ടായ സാഹചര്യം, തങ്കമണി സ്വദേശിയായിട്ടുള്ള ഷൈജു ഇവിടെ നിന്നും ഒരു പെട്ടി ആപ്പെ വാങ്ങുകയും ഏതാണ്ട് 2 വർഷം തികയുന്നതിന് മുമ്പ് തന്നെ ആ വാഹനത്തിന് 4 തവണ ഗിയർ കംപ്ലൈൻ്റ് ആവുകയും അതിനിടയിൽ സെൻസർ കംപ്ലൈൻ്റ് ആകുകയും ഏതാണ്ട് 6 മാസത്തിലധികമായിട്ട് ഇത് വർക്ക്ഷോപ്പിൽ തന്നെ ആയിരുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വാഹനം മറ്റൊരു പെട്ടിയാപ്പയിൽ കെട്ടിവലിച്ചാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹം ഈ മഹീന്ദ്രയുടെ ഈ ഭാരത് മോട്ടോഴ്സിന് മുമ്പിലായി അദ്ദേഹം ഒരു സമരത്തിലാണ്. അദ്ദേഹം ഇവിടെ പായും തലയണയും ഒക്കെ വെച്ച് ഇതിന് മുന്നിൽ കിടന്ന് പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ഞാൻ ഇവിടുന്ന് ഒരു വണ്ടി എടുത്ത് മാലയിട്ടൊക്കെ ഇറക്കി കഴിഞ്ഞ ജൂൺ 24-ാം തീയതി ഇവിടുന്ന് ഒരു വണ്ടി എടുത്തുകൊണ്ട് പോയതാണ്. എടുത്തുകൊണ്ട് പോയി 1 മാസം ഓടി 3000 കിലോമീറ്റർ ഓടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആദ്യ ഗിയർ ബോക്സ് പോയി. അത് കഴിഞ്ഞ് 7000 കിലോമീറ്റർ ആയപ്പോൾ രണ്ടാമത് ഗിയർ ബോക്സ് പോയി. 13000 കിലോമീറ്ററിന് മൂന്നാമത് പോയി. നാലാമത് 21000 കിലോമീറ്ററിന് ഇവിടുന്ന് പുല്ലുക്കുളങ്ങരയ്ക്ക് ഒരു ഓട്ടം പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് പോയിച്ചിട്ട് ഇവർ പറഞ്ഞ ഷോറൂമിൽ പത്തനംതിട്ട കയറ്റി അവിടുന്ന് പണിയിപ്പിച്ചിട്ട് ഇപ്പോൾ 27000 കിലോമീറ്റർ ആയപ്പോൾ വീണ്ടും ഗിയർ ബോക്സ് പൊട്ടിയിരിക്കുക. ഞാൻ ഇവരോട് ചോദിക്കുമ്പോൾ ഇവർ പണി തീർത്ത് തരുന്നത് കൊണ്ട് തന്നെ കാര്യം ഇരിക്കുന്നത് ഇതിൻ്റെ എൻജിൻ കണ്ടീഷൻ അനുസരിച്ചുള്ള ഒരു ഗിയർ കപ്പാസിറ്റി ഇല്ലാത്തൊരു വണ്ടി മേടിച്ചിട്ട് ഉല്ലാസയാത്രയ്ക്കൊന്നും മേടിച്ചതല്ല, ഉപജീവനത്തിന് വേണ്ടിയിട്ടാണ് പെട്ടിയാപ്പം മേടിച്ചത്. അത് എൻ്റെ പിള്ളേർക്ക് ഉപജീവനം നടത്താൻ പറ്റില്ലാത്തൊരു സാഹചര്യത്തിലായിപ്പോയി ഞാൻ. എൻ്റെ പിള്ളേർ 2 പേര് +2 കഴിഞ്ഞ് വെച്ചിട്ടിരിക്കുക. കൊച്ചിന് ഒരു ലോൺ എടുക്കാനായിട്ട് ചെന്നപ്പോൾ ഇതിൻ്റെ EMI കുടിശ്ശികയായതുകൊണ്ട് 5-6 മാസത്തോളം ഇവരുടെ തന്നെ സർവീസ് സെൻ്ററുകളിലായിരുന്നു വണ്ടി. EMI കുടിശ്ശിക ആയതുകൊണ്ട് സിവിൽ സ്കോർ ഇല്ലാത്തതുകൊണ്ട് ഒരു ലോൺ പോലും കിട്ടിയാലാത്ത സാഹചര്യത്തിലേക്ക് പോയി. എൻ്റെ ജീവിതത്തിൽ ജീവിതം താറുമാറായിരിക്കുകയാണ്. വീട്ടിൽ കിടന്ന ഉറക്കം വരികയില്ല. ഇതിപ്പോൾ ഇവിടെ കിടക്കാനാണ് തീരുമാനിച്ചേക്കുന്നത്. ഇവരെന്തെങ്കിലും ഒരു തീരുമാനമാണോ? എനിക്ക് ഈ വണ്ടിയും കൊണ്ട് എനിക്ക് ഉപജീവനം നടക്കാതെ ഈ വണ്ടി മാറി തന്നെ പറ്റുള്ളൂ. ഇത് എൻ്റെ മാത്രം പ്രശ്നമല്ല, ഈ BS6 വണ്ടി എടുത്ത എല്ലാ വ്യക്തികളുടെയും പ്രശ്നമാണ്. കാരണം എനിക്ക് തന്നെ പലരെ അറിയാം. എൻ്റെ കൂട്ടത്തിൽ തന്നെ തങ്കമണി തന്നെ ഇത് BS6 ഒരു വണ്ടിയുള്ളത്. അദ്ദേഹത്തിൻ്റെ വണ്ടി ഇന്ന് ഞാനിത് കെട്ടിവലിക്കാനായിട്ട് വിളിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ ഗിയർ വീഴാതെ കിടക്കുക, പണിയാൻ കൊണ്ടിയെല്ലാം പറഞ്ഞേക്കുവാന്ന്. അവർ പണിത് തരും, പക്ഷേ സമയത്ത് നമുക്ക് ഓടാനും പറ്റില്ല. 6 മാസത്തോളം ഇവരുടെ ഷോറൂമിൽ തന്നെ വണ്ടി പലയിടത്തായിട്ട് സർവീസ് സെൻ്ററുകളിൽ കയറ്റിയിട്ടു. 1.5 വർഷത്തിനോടിടയ്ക്ക് എങ്ങനെ ഉപജീവനം മുന്നോട്ട് പോകും? അതുകൊണ്ട് എനിക്ക് വേറെ മാർഗ്ഗമില്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ വന്ന് കിടക്കുന്നത്. എൻ്റെ പേര് ഷൈജു, തങ്കമണിയിലാണ് വീട്. ഇപ്പം വേറൊരു മാർഗ്ഗമില്ലാണ്ട് ഈ വണ്ടി സാധാരണ വീട്ടുപേര് മടത്തിക്കുന്നതിൽ. നേരത്തെയൊക്കെ വണ്ടി ആൾക്കാർ ഓട്ടം വിളിക്കുമായിരുന്നു. 3-4 പ്രാവശ്യം വഴി കിടന്നു കഴിഞ്ഞപ്പോൾ ഓട്ടം വിളിക്കാതായി കഴിഞ്ഞപ്പോൾ ഇപ്പം ഞാൻ ഈ വണ്ടിയും കൊണ്ട് വീടുകളിൽ ചെന്ന് ആക്രി പറയ്ക്കാണ് ജീവിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലേക്ക് എന്നെ എത്തിച്ചു. ഷോറൂമിൽ ബന്ധപ്പെടുമ്പോൾ പണി തീർത്ത് തരാം, വണ്ടി കൊണ്ടുവന്നിട്ടാക്കാൻ പറയും. വണ്ടി കൊണ്ടുവന്നിട്ടാൽ 10-45 ദിവസം കഴിയുമ്പോഴത്തേക്ക് പണി തീർത്ത് തരും. 1-1.5 മാസമൊക്കെയാണ് ഓരോ പ്രാവശ്യവും ഈ ഗിയർ ബോക്സ് താത്തിച്ചിട്ട് വണ്ടി ഇവരുടെ ഷോറൂമുകളിൽ ഇട്ടിരുന്നത്. വണ്ടി എടുത്തിട്ട് 2 വർഷം തികയാൻ ഇനി 1 മാസം കൂടിയുണ്ട്. 6 മാസത്തോളം പണിക്ക് വേണ്ടിയിട്ട് കയറ്റി. കാരണം ഒരു പ്രാവശ്യം സെൻസർ കംപ്ലൈൻ്റ് ആയിട്ട് സെൻസർ ഇവർക്ക് അതിൻ്റെ വയറിംഗ് സിസ്റ്റം വരുന്നില്ല എന്നും പറഞ്ഞ് 45 ദിവസത്തോളം കഴിഞ്ഞിട്ട് ആണ് പണിത് കിട്ടിയത്. അത് 2 മാസം എടുത്തു വന്നു ആ പ്രാവശ്യം വണ്ടി കിട്ടാനായിട്ട്. ആദ്യത്തെ പ്രാവശ്യം ഗിയർ ബോക്സ് പോയിട്ട് 45 ദിവസം വണ്ടി അകത്ത് കിടന്നു. അങ്ങനെ ഓരോ പ്രാവശ്യം വണ്ടി കൊണ്ടുവന്ന് ഇവിടെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ 10-45 ദിവസം കഴിയുമ്പോൾ വണ്ടി പണിത് കിട്ടും. പണിത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഓട്ടം സ്റ്റാൻഡിൽ കിടക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അറിയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡിൽ സ്ഥിരമായിട്ടില്ല എങ്കിൽ ഒരു ഓട്ടം നമുക്ക് കിട്ടത്തില്ല. ഓട്ടമില്ലാതെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്, ഞാൻ ഓരോ വീടുകളുടെ മുന്നിൽ ചെന്ന് വെച്ചിട്ട് ആക്രി കൊടുക്കാനുണ്ടെന്ന് ചോദിച്ചാൽ ആക്രി പറക്കൊക്കെയാണ് ജീവിക്കുന്നത്. കാരണം ഒരു മത്തിക്കച്ചവടമാണെങ്കിൽ പോലും എല്ലാ ദിവസവും ചെന്നാലേ ആൾക്കാർ മത്തി മേടിക്കുകയുള്ളൂ. ഇതാണ് പിന്നെ ആക്രി ഉള്ളപ്പം ചെന്ന് വെച്ചിട്ട് എന്തെങ്കിലും വാച്ചിലെ കിടക്കുന്ന പറക്കെടുത്തൊന്നും ജീവിക്കാമല്ലോ. ഇപ്പോൾ അതാണ് എൻ്റെ ഉപജീവന മാർഗ്ഗം. എനിക്ക് ഈ വണ്ടി വേണ്ട. ഈ വണ്ടി കൊണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പണിതിറക്കിക്കൊണ്ട് 30 ദിവസം പോലും ഓടാൻ പറ്റിയിട്ടില്ല തികച്ചിന്ന വരെ. അതുകൊണ്ട് എനിക്ക് ഈ വണ്ടി വേണ്ട. ഈ വണ്ടി മാറ്റി തരിക എന്നുള്ളതാണ് എൻ്റെ ആവശ്യം. ഞാൻ ഇവരോട് പല പ്രാവശ്യം സംസാരിച്ചപ്പോഴെല്ലാം പറയുന്നത്, നിങ്ങൾ വണ്ടി കൊണ്ടുപോകാം, പണിത് തരാം, അല്ല പകരം ഒരു വണ്ടി തരാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർക്ക് പറ്റത്തില്ല. കാരണം എനിക്ക് ഇത് പണിത് കെട്ടി വെച്ചിട്ട് വീണ്ടും ഇങ്ങനെയാണ് പ്രശ്നമെങ്കിൽ ഇപ്പം 2 വർഷത്തിനോടിടയ്ക്ക് 6 മാസത്തോളം അകത്ത് കിടന്നു. 5 EMI എൻ്റെ മുടങ്ങി കിടക്കുകയാണ്. എൻ്റെ പിള്ളേർക്ക് അരി മേടിച്ച് കൊടുക്കാനും EMI അടയ്ക്കാനും ഒക്കെ ഈ വണ്ടി ഓടിയാലല്ലേ പറ്റുള്ളൂ. വേറൊരു മാർഗ്ഗം എൻ്റെ ജീവിതത്തിലില്ല. ഇതാണ് എൻ്റെ സാഹചര്യം. ഗതികേട് കൊണ്ട് വന്ന് ഇവിടെ കിടക്കുന്നത്. DYSP കൊണ്ടുപോയി പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞത്, അവരെ സംബന്ധിച്ചിടത്തോളം പരാതി ആയിട്ട് ഇവരെ വിളിച്ച് സംസാരിക്കാമെന്നുള്ളതല്ലാതെ അതിൽ കവിഞ്ഞൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. കോടതിയോ പിന്നെ കൺസ്യൂമർ കോടതിയോ എന്തെങ്കിലുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പോകുമെന്ന് പറഞ്ഞു. പക്ഷേ കൺസ്യൂമർ കോടതി പോകണമെങ്കിൽ പോലും കയ്യിൽ 10 പൈസ ഇല്ലാത്ത സാഹചര്യമാണ്. കാരണം ഇതാണ് ഗതികേടാണ്. വണ്ടി എടുത്തതിൻ്റെ പേരിൽ ഗതികേട് വന്നു. എനിക്കിനി ഇവിടുന്ന് എൻ്റെ വീട്ടിൽ പോകണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. കാരണം വീട്ടിൽ പോയാൽ കിടന്നാൽ ഉറക്കം വരികയില്ല. മക്കൾക്ക് ചിലവിന് കൊടുക്കാൻ പറ്റില്ലാത്തൊരു അപ്പനെന്തിനാ ഞാൻ വീട്ടിൽ എൻ്റെ ആവശ്യമില്ലാത്തൊരു സാഹചര്യമാണ് അവിടെ. കാരണം അതുകൊണ്ട് എനിക്കിതേ ഉള്ളൂ മാർഗ്ഗം.
മഹീന്ദ്രയുടെ തന്നെ ജീവിതം തീരട്ടെ. അല്ലാതെ എനിക്ക് വേറെ മാർഗ്ഗമില്ല, വേറെ ഒന്നും ചിന്തിക്കാനുമില്ല. അപ്പോൾ മഹീന്ദ്രയുടെ ഈ പെട്ടി ആപ്പ്, ഈ ആപ്പയ്ക്കാണ് സ്ഥിരമായി കംപ്ലൈൻറ്റ് വരികയും അദ്ദേഹത്തിൻ്റെ ജീവിതം വഴിമുട്ടുകയും നിൽക്കുകയും ചെയ്യുന്നത്. എന്നിരുന്നാലും എത്രയും വേഗം ഒരു സാധാരണക്കാരൻ്റെ ജീവിതമാണ്. അദ്ദേഹം തന്നെ പറയുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ട്, അദ്ദേഹത്തിൻ്റെ വേദന നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എത്രയും പെട്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ഇതിൽ ഇടപെട്ടുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ക്യാമറമാൻ അനന്തു എബിക്കൊപ്പം എസൂർലാൽ, ഇടുക്കിയിലായി. ന്യൂസ്, അഡ്വർടൈസിംഗ്, ഇവന്റ്സ്, ലൈവ് ബ്രാൻഡിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, മീഡിയ പ്രൊഡക്ഷൻസ്, ശബ്ദ ദൃശ്യ വിസ്മയങ്ങളുമായി ഇടുക്കി ലൈവ് മീഡിയ പ്രൊഡക്ഷൻസ്, ITI ജംഗ്ഷൻ, കട്ടപ്പന.